الحمد لله رب العالمين والعاقبة للمتقين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن صدق الله مولانا العليم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم وعلى أمة سيدنا مولانا محمد പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല വിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നിർമ്മിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിശാലമായി സംസാരിക്കാൻ സമയമില്ല. വിശുദ്ധമായ റമദാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. നാളെ ഇശാ നമസ്കാരത്തിന് ശേഷം തറാവീഹ് നിസ്കരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരവസ്ഥയിലാണ്. കാരണം നാളെ സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞാണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ 1 മണിക്കൂറും 20 മിനിറ്റും സമയം ബാക്കിയുണ്ട്. സാധാരണഗതിയിൽ സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ അസ്തമിക്കാൻ ഒരു 40 മിനിറ്റ് ബാക്കിയുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ കേരളക്കരയിൽ മാസം കാണാറാണ് പതിവ്. അതനുസരിച്ച് നോക്കുമ്പോൾ ഒരു 90% നാളെ തറാവീഹ് നിസ്കരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത്രത്തോളം നമ്മുടെ റമദാൻ മാസം നമ്മുടെ സമീപത്തെത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിർ ശഅബാൻ. ശഅബാനിന്റെ അവസാന നിമിഷത്തിൽ നബി തങ്ങൾ ഞങ്ങളോട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അയ്യുഹന്നാസ് ഖദ് അദല്ലകും ശഹ്റുൻ അദീം ശഹ്റുൻ മുബാറക് ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്റിൻ جعل الله صيامه فريضة وقيام ليله تطوعا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ശഅബാനിന്റെ അവസാന നിമിഷം വന്നപ്പോൾ ഒരു പ്രഭാഷണം നടത്തി. അതിലെ കാര്യമായ വിഷയം വിശുദ്ധമായ റമദാനായിരുന്നു. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അദല്ലകും ശഹ്റുൻ അലീം, നിങ്ങൾക്കിതാ സുന്ദരമായ ഒരു മാസം വന്നണയാൻ പോവുകയാണ്. ശഹ്റുൻ മുബാറക്, നല്ല അനുഗ്രഹീതമായ ബറക്കത്തുള്ള മാസം. ജഅലല്ലാഹു സിയാമഹു ഫരീളതൻ വഖിയാമ ലൈലിഹി തതവ്വുആ. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതര മാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല വേറിട്ട് 2 കാര്യങ്ങളെ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അതിലൊന്ന് ഫറദായ കാര്യം, മറ്റൊന്ന് സുന്നത്തായ കാര്യം. ഫറദായത് അതിന്റെ പകൽ സമയത്തുള്ള നോമ്പ്, സുന്നത്തായത് രാത്രിയിലുള്ള തറാവീഹ് നിസ്കാരമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാനിൽ മാത്രമാണ് നമുക്ക് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്. നമ്മളെല്ലാ ദിവസവും 5 വക്ത് നിസ്കരിക്കാൻ നിർബന്ധമായ ആളുകളാണ്. സക്കാത്ത് കൊടുക്കേണ്ട വിവിധമായ മേഖലകളുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജ്, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജ്. എന്നാൽ ഓരോ വർഷത്തിലും വിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് നിർബന്ധമായ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സുന്നത്തായ വേറെ ഒരു കാര്യവുമുണ്ട്. ഇത് മാത്രമാണ് റമദാനിൽ ഇതര മാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായി അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ഒന്ന് ഫർളാണ്, അത് പകലിലുള്ള നോമ്പാണ്. മറ്റൊന്ന് ഐച്ഛികമാണ് അഥവാ സുന്നത്താണ്, അത് രാത്രിയിലുള്ള തറാവീഹ് നമസ്കാരമാണ്. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, ഈ റമദാനിന്റെ മഹത്വമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള ഈ നോമ്പും തറാവീഹ് നിസ്കാരവും ഒന്നൊഴിയാതെ എന്റെ ജീവിതത്തിൽ വളരെ നിഷ്ഠയോടുകൂടെ ഞാനത് പുലർത്തിപ്പോരുമെന്ന പ്രതിജ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സഹീഹായ ഹദീസ്, ആ ഹദീസിൽ നോമ്പിന്റെ ശ്രേഷ്ഠതയായാലും തറാവീഹിന്റെ ശ്രേഷ്ഠതയായാലും ഒരുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒന്ന് ഫർളാണ്, മറ്റൊന്ന് സുന്നത്താണ്. ഒന്ന് പകലിലാണ്, മറ്റൊന്ന് രാത്രിയിലാണ്. പക്ഷെ ഈ 2 അമലിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരുപോലെയാണ്. മൻ സ്വാമ റമളാന, ഒരു ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ്, റമളാൻ മാസത്തിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു. വേറെ ഹദീസ് മൻ ഖാമ റമളാന, ഒരാൾ തറാവീഹ് നിസ്കരിച്ചു. ബാക്കിയുള്ള ഭാഗം 2 ഹദീസിന്റേതും ഒരുപോലെയാണ്. ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പകൽ സമയത്ത് നോമ്പനുഷ്ഠിച്ചാലും രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചാലും അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ അത് കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ഈ ജീവിതത്തിൽ ഈ വിശുദ്ധമായ റമദാൻ വന്ന് നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോ ഒരു മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ പര്യാപ്തമായ 2 ഇബാദത്തുകൾ സമ്മാനിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ റമദാനിനെ പ്രിയപ്പെട്ടവരെ ശഅബാനിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് റമദാനിന്റെ 1 മുതൽ 30 ദിവസങ്ങളിലും ഒരു ദിവസം പോലും തറാവീഹ് ഒഴിയാതെ നിസ്കരിക്കണമെന്ന കൃത്യമായ ഒരു ബോധവും ഒരു പ്രതിജ്ഞയും എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്കുണ്ടാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ റമദാൻ വന്ന് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ മനസ്സ് പോലെ നിഷ്കളങ്കമായ നല്ല പൂർണ്ണമായും ശുദ്ധി വരുത്തിയ ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ആ അർത്ഥത്തിൽ ഈ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മിലുണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മൻ അദ്ദാ ഖസ്ലതൻ, ആരെങ്കിലും ഈ മാസത്തിൽ ഒരു സുന്നത്തായ ഒരു കാര്യം ചെയ്താൽ കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ, മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫർള് അനുഷ്ഠിച്ചതിന് തുല്യമാണ്. ومن أدى فريضة فيه كمن كان أدى 70 فريضة فيما سواه. ആരെങ്കിലും ഒരാൾ ഒരു ഫർള് നിസ്കരിച്ചാൽ പ്രിയപ്പെട്ടവരെ, അത് ഒരു ഫർളായ കാര്യം ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ 70 ഫർള് ചെയ്തതുപോലെ, ഒരു സുന്നത്തായ കർമ്മം ചെയ്താൽ 70 സുന്നത്ത് ചെയ്തത് ഒരു ഫർള് ചെയ്തതുപോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു ഫർളും ഒരു സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ 70 ഇരട്ടിയാണ്. അഥവാ
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വേറെ ഒരു ഹദീസിലുണ്ട്, സുന്നത്തായ ഒരു കാര്യം 70 പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലിയാണ് ഒരു ഫർളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ മാസത്തിന്റെ പ്രത്യേകതയായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, റമദാൻ മാസത്തിൽ നിങ്ങൾ ഒരു സുന്നത്ത് ചെയ്യുമ്പോൾ അതിന് ഫർളിന്റെ കൂലി രേഖപ്പെടുത്തുകയാണ്. ഒരു ഫർള് ചെയ്യുമ്പോൾ അതിന് 70 ഫർളിന്റെ കൂലിയുണ്ട്. ആ മനുഷ്യന്റെ മാനസികമായ ഇഖ്ലാസ് പോലെ പ്രിയപ്പെട്ടവരെ പിന്നെയും അതിന്റെ പ്രതിഫലം കൂടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവ്വലുഹു റഹ്മ, അതിന്റെ ആദ്യ ഭാഗം കാരുണ്യത്തിന്റെ 10, വൗസതുഹു മഗ്ഫിറ, അതിന്റെ മധ്യഭാഗം മഗ്ഫിറത്തിന്റെ 10, വാഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തേത് നരകത്തിൽ നിന്ന് മോചനം തേടാനുള്ള 10. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലോകത്താകമാനം മക്കയിലും മദീനയിലും അടക്കമുള്ള 2 ഹറമുകളിൽ പ്രിയപ്പെട്ടവരെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നാൾക്കുനാൾ നമ്മുടെ മഹാന്മാരായ ഉലമാ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ആ പാരമ്പര്യത്തിൽ തന്നെ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം വിശുദ്ധമായ ഖുർആൻ ഓതി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ടെന്ന് പറയേണ്ടതില്ല. എത്ര വലിയ തിരക്ക് പിടിച്ച സമയമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പക്ഷേ കച്ചവടക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സാമ്പത്തികമായ ലാഭങ്ങൾ കൊഴുതെടുക്കാൻ പറ്റുന്ന സമയമായിരിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ നിർത്തൽ ചെയ്ത് അതിന് ബദൽ സംവിധാനങ്ങളും സമയങ്ങളും ഒക്കെ കണ്ടെത്തി തറാവീഹ് നിസ്കാരം കൃത്യമായ സമയത്ത് നിർവഹിക്കണമെന്ന നിർബന്ധം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം. നമുക്ക് കൂടുതൽ സമയം നാം താമസിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്ത് സാധാരണ നിലയിൽ തന്നെ ഒരു 15 മിനിറ്റ് തന്നെ സമയം സാധാരണ നമ്മൾ പിന്തിപ്പിക്കാറുള്ളത് പോലെ തന്നെ ആ 15 മിനിറ്റ് സമയം കൊടുത്ത് പിന്നീട് നേരെ ഇശാ നിസ്കാരവും തറാവീഹ് നിസ്കാരവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഒട്ടും നമ്മൾ താമസിപ്പിക്കാൻ കരുതുന്നില്ല. ആ നിലയിൽ നിങ്ങളെല്ലാവരും അതിന് നേരത്തെ തന്നെ സന്നിഹിതരാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും റമദാനിനോട് അനുബന്ധിച്ച് ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ 30 മണിക്കൂറോ ഒക്കെ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നോമ്പുമായി ബന്ധപ്പെട്ട മസലകളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്ത് എല്ലാ ദിവസവും ദുഹർ നിസ്കാരാനന്തരം ഇതുപോലെയുള്ള പഠന ക്ലാസ് ഉണ്ടായിരിക്കും. അതിലൊക്കെ നിങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് പഠിക്കാനുള്ള സുവർണാവസരങ്ങളാണ്. നോമ്പ് അനുഷ്ഠിച്ച് പള്ളിയിൽ, അതും ഇൽമിന്റെ ഒരു സദസ്സ്, മരിക്കാൻ പോകുന്ന ഒരു സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ മരിക്കും, എൻ്റെ ആരോഗ്യനില അത്രയും ഗുരുതരമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട്, ഈ സമയത്ത് മരണത്തിന് മുമ്പ് എനിക്ക് നല്ല ഒരു അമല് നിങ്ങൾ പറഞ്ഞു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് നിങ്ങൾ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തുകൊള്ളുക എന്നാണ്. കാരണം ഇൽമിന്റെ സദസ്സ് എന്ന് പറയുന്നത് അത് സ്വർഗപുംഖാവനമാണ്. അല്ലാഹുവിന്റെ റസൂൽ 2 സ്വർഗത്തെ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയപ്പോൾ, ഒന്ന് മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, നബി തങ്ങൾ ഖുതുബയോദിയ അവിടെ നന്ദി വിശ്രമം കൊള്ളുന്ന വളരെ മീറ്ററുകളിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ദുനിയാവിലെ ഒരു സ്വർഗം. രണ്ടാമത്തെ സ്വർഗമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമു പറയുന്ന സദസ്സാണ്. അത് നോമ്പനുഷ്ഠിച്ചിട്ട് ഇഅ്തികാഫിന്റെ നിയ്യത്തും ചെയ്ത് പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇൽമിന്റെ മജ്ലിസ്, അൽഹംദുലില്ലാഹ്, അത് വളരെ നോമ്പനുഷ്ഠിച്ച് നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല ഒരു സുഹൃതമാണ്. പ്രിയപ്പെട്ടവരെ, ഇൽമു കേൾക്കുക, അത് പറയുക എന്നത് പരമാവധി അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു.